السلام عليكم ورحمة الله وبركاته. الحمد لله والصلاة والسلام على رسول الله صلى الله عليه وسلم وعلى آله الفائزين برضا الله ما بعد. പരിശുദ്ധമായ ഉംറ നിർവഹിക്കാൻ ഉദ്ദേശിക്കുന്ന ആളുകൾ അതിൻ്റെ മുന്നൊരുക്കങ്ങളുടെ ഭാഗമായി നിർവഹിക്കേണ്ടുന്ന ചില കാര്യങ്ങളുണ്ട്. ഒന്ന്, ആദ്യമായി അള്ളാഹുവിലേക്ക് ഖൽബ് തിരിക്കുക. പരിശുദ്ധമായ ഭവനത്തിലേക്ക്, അള്ളാഹുവിൻ്റെ ഭവനമെന്ന് വിശേഷിപ്പിക്കപ്പെട്ട കഅബയുടെ പരിസരത്തേക്കാണ് പോകുന്നതെന്ന് ചിന്തിക്കുകയും ആ പവിത്രമേറിയ ഭൂമിയെ അള്ളാഹു സുബ്ഹാനഹു വ തആല ലോകം സൃഷ്ടിക്കുന്ന സമയത്ത് തന്നെ പവിത്രമാക്കിയിട്ടുണ്ട്. ആ നിലക്കുള്ള ഹറം ഷരീഫിലേക്കാണ് യാത്ര പോകുന്നത് എന്ന് ചിന്തിക്കുകയും ഖൽബ് ആ നിലക്ക് അള്ളാഹുവിലേക്ക് തിരിക്കുകയും ചെയ്യുക. ചെയ്തുകൊണ്ടിരിക്കുന്ന നമ്മുടെ ജീവിതത്തിൽ വന്നു പോകുന്ന ദോഷങ്ങളിൽ നിന്ന് മാറി നിൽക്കുകയും അത്തരം ദോഷങ്ങളെ തൊട്ട് അള്ളാഹുവിനോട് ഖേദിക്കുകയും ഇനി അത്തരം ദോഷങ്ങളിലേക്ക് മടങ്ങൂല എന്ന് മനസ്സിൽ കരുതിക്കൊണ്ട് പാശ്ചാത്തപിക്കുകയും ചെയ്യുക. അങ്ങനെ പോകാനുള്ള ഏതാണ്ട് സമയം അടുത്തു കഴിഞ്ഞാൽ അതിൻ്റെ മുന്നൊരുക്കം എന്ന നിലക്ക് ശാരീരികമായ ചില വൃത്തികൾ വരുത്തേണ്ടതുണ്ട്. നീണ്ടു നിൽക്കുന്ന നഖങ്ങൾ, അതുപോലെ തന്നെ ശരീരത്തിൻ്റെ കക്ഷഭാഗത്തും മറ്റുമൊക്കെയുള്ള നീക്കം ചെയ്യേണ്ടുന്ന രോമങ്ങളൊക്കെ നീക്കം ചെയ്ത്, പുരുഷന്മാർ ആണെങ്കിൽ താടിയും മുടിയൊക്കെ ഒന്ന് മീശയൊക്കെ ഒന്ന് വെട്ടിച്ചുരുക്കി ആ നിലക്ക് ശാരീരികമായി ഒന്ന് തയ്യാറെടുക്കേണ്ടതുണ്ട്. നഖവും മുടിയൊക്കെ ഒന്ന് ശരിയാക്കുക. ഒഴിവാക്കേണ്ടുന്ന മുടി രോമങ്ങളൊക്കെ ഒഴിവാക്കി അങ്ങനെ ശാരീരികമായി ശുദ്ധി വരുത്തി പിന്നെ ചെയ്യാനുള്ളത് ഇഹ്റാമിൻ്റെ മുമ്പായി ഒന്ന് കുളിക്കുക എന്നുള്ളതാണ്. അത് ഇഹ്റാം ചെയ്യുന്നതിൻ്റെ തൊട്ട് മുമ്പാണ് കുളിക്കേണ്ടത്. പക്ഷേ നമ്മുടെ ഇപ്പോഴത്തെ സാഹചര്യം അനുസരിച്ച് സാധ്യമല്ല. ഇപ്പം നമ്മൾ വീട്ടിൽ നിന്ന് ഇറങ്ങി എയർപോർട്ടിലെത്തി ഫ്ലൈറ്റ് മാർഗം പോകുന്നത് കൊണ്ട് തന്നെ എയർപോർട്ടിൽ വെച്ച് നമുക്കതിന് സൗകര്യം കിട്ടിക്കൊള്ളുന്നില്ല. അതുകൊണ്ട് തന്നെ ആ സുന്നത്ത് നഷ്ടപ്പെട്ടു പോകാതിരിക്കാൻ വീട്ടിൽ നിന്ന് ഇറങ്ങുന്നതിൻ്റെ തൊട്ട് മുമ്പ് ഏതാണ്ട് ഇറങ്ങാനായാൽ നമ്മൾ സാധാരണ ഒരു യാത്രക്കൊക്കെ ഇറങ്ങുമ്പോൾ കുളിക്കുന്നത് പോലെ ആ കുളിക്കുന്ന സമയത്ത് നിയ്യത്ത് ചെയ്യുക. എന്താണ് നിയ്യത്ത് ചെയ്യേണ്ടത്? ഇഹ്റാമിൻ്റെ സുന്നത്ത് കുളി അല്ലാഹു തആലയ്ക്ക് വേണ്ടി ഞാൻ കുളിക്കുന്നു എന്ന് നിയ്യത്ത് ചെയ്തുകൊണ്ട് നമ്മുടെ തലയിലേക്ക് വെള്ളമൊഴിച്ച് ശേഷം വലത് ഭാഗത്ത് പിന്നെ ഇടത് ഭാഗത്ത് അങ്ങനെ വെള്ളമൊഴിച്ച് കുളിക്കുക. ആ കുളിക്കുന്ന സമയത്ത് നന്നായി തേച്ച് കുളിക്കുക. ശരീരം മുഴുവൻ നന്നായി തേച്ച് കഴുകി കുളിക്കുക. ആ കുളിക്കുന്ന സമയത്ത് നമ്മുടെ ഖൽബ് വളരെ സംശുദ്ധമാവുകയും പാശ്ചാത്തപിക്കുകയും, കാരണം എൻ്റെ ദോഷങ്ങളൊക്കെ അല്ലാഹു പുറത്തു തരണം, ഞാൻ ഒരു മഹത്തായ കർമ്മത്തിന് വേണ്ടിയാണ് പോകുന്നത്, മഹാന്മാരായ അമ്പിയാക്കന്മാർ മുഴുവനും തവാഫ് ചെയ്ത ആ സ്ഥലത്ത് കൂടിയാണ് എനിക്ക് നടക്കാനുള്ളത്. അങ്ങനെ ആ ഒരു നിലക്കുള്ള ആ രീതിയിലുള്ള നല്ല ചിന്തകൾ വെച്ചുകൊണ്ട് നമ്മൾ കുളിക്കുന്ന സമയത്ത് തന്നെ നമ്മുടെ കണ്ണിൽ നിന്ന് കണ്ണുനീരൊഴുകുന്ന, പാശ്ചാത്തലത്തിൻ്റെ കണ്ണുനീരൊഴുക്കി ദോഷം പൊറുപ്പിക്കാൻ കഴിയുന്ന വിധത്തിലുള്ളൊരു കുളിയായി ആ കുളി മാറേണ്ടതുണ്ട്. സാധാരണ കുളിക്കുന്നത് പോലുള്ളൊരു കേവലം കുളിയല്ല, മറിച്ച് അള്ളാഹുവിൻ്റെ സന്നിധിയിലേക്ക് അള്ളാഹുവിൻ്റെ ക്ഷണം സ്വീകരിച്ചു കൊണ്ടുപോകുന്നതാണ്. ഹജ്ജ് ഉംറ എന്ന് പറയുന്ന ഹാജിമാരും ഉംറക്കാരും വഫ്തുല്ലാഹിന, അള്ളാഹുവിൻ്റെ അതിഥികളാണ്. ക്ഷണിക്കപ്പെട്ട ആളുകൾക്ക് മാത്രമേ അവിടെ എത്താൻ കഴിയുള്ളൂ, എല്ലാവർക്കും എത്താൻ കഴിയൂല. അതുകൊണ്ട് തന്നെ ക്ഷണം സ്വീകരിച്ചു പോകുന്ന ആളുകൾ അള്ളാഹുവിൻ്റെ അടുക്കലാണ് പോകുന്നത്, അതിന് വേണ്ടിയിട്ടാണ് ഞാൻ കുളിക്കുന്നത് എന്ന ഒരു ചിന്തയോടുകൂടി കുളിക്കുമ്പോൾ ആ കുളിക്ക് നമുക്ക് നല്ലൊരു അനുഭൂതിയും ഒരു ആത്മാർത്ഥതയും കിട്ടും. ആ നിലയ്ക്ക് കുളിക്കുക. കുളിക്കഴിഞ്ഞതിൻ്റെ ശേഷം നമ്മൾ വെള്ളമെല്ലാം ഒപ്പിയെടുത്ത് ശരീരത്തിൽ ഒരല്പം സുഗന്ധം പുരട്ടുക എന്നുള്ളത്, നമ്മുടെ ശരീരത്തിൽ സുഗന്ധം, വസ്ത്രത്തിലല്ല, ശരീരത്തിൽ സുഗന്ധം പുരട്ടുക എന്നുള്ളത് പ്രത്യേക സുന്നത്താണ്. ആ കാര്യം കൂടി ബാത്റൂമിൽ വെച്ച് തന്നെ ചെയ്യുക. അങ്ങനെ എല്ലാം കഴിഞ്ഞ് നമ്മൾ പുറത്തേക്ക് ഇറങ്ങി ഇൻഷാ അല്ലാഹ് യാത്രയുടെ ഒരുക്കങ്ങളൊക്കെ, നമ്മുടെ മറ്റ് കാര്യങ്ങളൊക്കെ തയ്യാർ ചെയ്ത് വീട്ടിൽ നിന്ന് ഇറങ്ങുമ്പോൾ സുന്നത്ത് നിസ്കാരം വിരോധിക്കപ്പെടാത്ത സമയത്താണ് നമ്മൾ വീട്ടിൽ നിന്ന് യാത്ര പുറപ്പെടുന്നതെങ്കിൽ 2 റക്അത്ത് യാത്രയുടെ സുന്നത്ത് നിസ്കാരം വീട്ടിൽ വെച്ച് നിർവഹിക്കുക. എന്ന് പറഞ്ഞാൽ അസറിൻ്റെ ശേഷം സുന്നത്ത് നിസ്കാരമില്ല, സുബഹിൻ്റെ ശേഷം സൂര്യൻ ഉദിച്ചു ഉയരുന്നത് വരെ സുന്നത്ത് നിസ്കാരമില്ല, അതുപോലെ തന്നെ ളുഹറിൻ്റെ തൊട്ട് മുമ്പ് സൂര്യൻ മധ്യത്തിൽ നിൽക്കുന്ന സമയത്ത് സുന്നത്ത് നിസ്കാരമില്ല.
അപ്പോൾ അത്തരം സമയങ്ങളിലല്ലാതെയാണ് നമ്മൾ യാത്ര പുറപ്പെടുന്നതെങ്കിൽ വീട്ടിൽ വെച്ച് 2 റക്അത്ത് യാത്രയുടെ സുന്നത്ത് നിസ്കാരം നിർവഹിച്ചുകൊണ്ട് ഇൻഷാ അല്ലാഹ് വീട്ടിൽ നിന്ന് പുറത്തിറങ്ങുന്ന സമയത്ത് വീട്ടിൽ നിന്ന് ഇറങ്ങുമ്പോൾ ഇടത്തേക്കാൽ പുറത്ത് വെച്ചുകൊണ്ട് ബിസ്മില്ലാഹി തവക്കൽതു അലല്ലാഹി ലാ ഹൗല വലാ ഖുവത ഇല്ലാ ബില്ലാഹിൽ അലിയിൽ അദീം എന്ന് പറഞ്ഞുകൊണ്ട് വീട്ടിൽ നിന്ന് പുറത്തിറങ്ങി മുറ്റത്ത്, നമ്മുടെ വീട്ടിൻ്റെ മുറ്റത്ത് നിന്നുകൊണ്ട് തന്നെ ഒരു ആയത്തുൽ കുർസിയും ഖുൽ യാ അയ്യുഹൽ കാഫിറൂൻ ഇദാ ജാഅ നസ്റുല്ലാഹി ഖുൽ ഹുവല്ലാഹു അഹദ് ഖുൽ അഊദു ബിറബ്ബിൽ ഫലഖ് ഖുൽ അഊദു ബിറബ്ബിൻ നാസ് 5 സൂറത്തുകളും ആയത്തുൽ കുർസിയും ഓതി ശേഷം നമുക്ക് പോകാൻ തയ്യാറായി നിൽക്കുന്ന വാഹനത്തിലേക്ക് വലത് കാല് വെച്ചുകൊണ്ട് ബിസ്മില്ലാഹി മജ്റഹ വ മുർസഹ ഇന്ന റബ്ബി ലഗഫൂർ റഹീം എന്ന ആയത്ത് ഓതിക്കൊണ്ട് വാഹനത്തിലേക്ക് കയറുക. വാഹനത്തിൽ ഇരുന്നതിന് ശേഷം ഒരൽപ്പം ഒന്ന് പുഞ്ചിരിച്ചുകൊണ്ട് സുബ്ഹാനല്ലദീ സഖറ ലനാ ഹാദാ വമാ കുന്നാ ലഹു മുഖ്രിനീൻ വ ഇന്നാ ഇലാ റബ്ബിനാ ലമുൻഖലിബൂൻ എന്ന ആ യാത്രയുടെ ദിക്ർ ചൊല്ലുക. അൽഹംദുലില്ലാ എന്ന 3 തവണ, അല്ലാഹു അക്ബർ അല്ലാഹു അക്ബർ അല്ലാഹു അക്ബർ അങ്ങനെ 3 തവണ, പിന്നെ സുബ്ഹാനകല്ലാഹുമ്മ ഇന്നി ളലംതു നഫ്സി ഫഗ്ഫിർലി ഫഇന്നഹു ലാ യഗ്ഫിറു ദുനൂബ ഇല്ലാ അൻത് എന്ന ആ ദിക്ർ ചൊല്ലി അങ്ങനെ യാത്രയുമായി ബന്ധപ്പെട്ട മറ്റ് ദുആകളൊക്കെ നടത്തി. ദുആഉൽ കർബ് വളരെ പ്രധാനപ്പെട്ടതാണ് യാത്രയിൽ. അതെല്ലാം ചൊല്ലി യാത്രയിൽ അങ്ങോളം ഓരോ സെക്കൻഡുകളും മുന്നോട്ട് പോകുമ്പോൾ അള്ളാഹുവിൻ്റെ പരിശുദ്ധമായ ഭവനത്തിലേക്കാണ് ഞാൻ അടുക്കുന്നത് എന്ന ചിന്തയോടുകൂടിയാണ് നമ്മൾ ഹജ്ജ് ഉംറ യാത്രയിലൊക്കെ പോവേണ്ടത്. അങ്ങനെ ഇൻഷാ അല്ലാഹ് എയർപോർട്ടിലെത്തിക്കഴിഞ്ഞാൽ സ്വാഭാവികമായും യാത്രയുമായി ബന്ധപ്പെട്ട രേഖകളും കാര്യങ്ങളെല്ലാം ശരിപ്പെട്ടതിൻ്റെ ശേഷം നാം വെയിറ്റിംഗ് ഹാളിൽ നിൽക്കുന്ന സമയത്ത് അവിടെ വെച്ചുകൊണ്ട് ഇൻഷാ അല്ലാഹ് ഫ്ലൈറ്റിൽ കയറുന്നതിൻ്റെ മുമ്പായി ഡയറക്റ്റ് ജിദ്ദയിലേക്ക് പോകുന്ന ഫ്ലൈറ്റ് ആണെങ്കിൽ കോഴിക്കോടുന്നോ കണ്ണൂരിന്നോ എവിടുന്നാണ് കയറുന്നതെന്ന് വെച്ചാൽ ആ എയർപോർട്ടിൽ വെച്ചുകൊണ്ട് ഇഹ്റാമിൻ്റെ മുമ്പുള്ള 2 റക്അത്ത് സുന്നത്ത് നിസ്കാരം അല്ലാഹു തആലയ്ക്ക് വേണ്ടി ഞാൻ നിസ്കരിക്കുന്നു എന്ന് നിയ്യത്ത് ചെയ്തുകൊണ്ട് 2 റക്അത്ത് ഇഹ്റാമിൻ്റെ മുമ്പുള്ള സുന്നത്ത് നിസ്കാരം നിർവഹിക്കുക. വീട്ടിൽ നിന്ന് നമ്മൾ നിർവഹിച്ചത് യാത്രയുടെ സുന്നത്ത് നിസ്കാരമാണ്. ഇഹ്റാമിൻ്റെ സുന്നത്ത് നിസ്കാരം എയർപോർട്ടിൽ വെച്ചുകൊണ്ട് നിർവഹിക്കുക. ശേഷം ഫ്ലൈറ്റിൽ കയറി ഫ്ലൈറ്റ് ഒന്ന് പൊങ്ങിയതിന് ശേഷമോ അല്ലെങ്കിൽ ഫ്ലൈറ്റിൽ കയറുന്നതിൻ്റെ തൊട്ട് മുമ്പോ, അങ്ങനെ ഫ്ലൈറ്റിൽ കയറിയതിൻ്റെ ശേഷമെന്ന് പറയുന്നത് നമ്മുടെ നാട്ടിൽ പലപ്പോഴും ചില സമയത്ത് ഫ്ലൈറ്റൊക്കെ ഡിലേ ആയിപ്പോയാൽ ഇഹ്റാം ചെയ്തിട്ട് ഡിലേ ആകുമ്പോൾ നമ്മൾ ഇഹ്റാമിൽ തന്നെ ആയിപ്പോകുന്നൊരു പ്രയാസമുള്ളത് കൊണ്ടാണ് ഫ്ലൈറ്റ് ഒന്ന് പൊങ്ങിയതിൻ്റെ ശേഷം യാത്ര തുടങ്ങിയതിൻ്റെ ശേഷം മീഖാത്ത് എത്തുന്നതിൻ്റെ മുമ്പായി അഥവാ നമ്മളെ ജിദ്ദയിലൊക്കെ എത്തുന്നതിൻ്റെ കുറച്ച് മുമ്പ് ഫ്ലൈറ്റിൽ നിന്ന് അനൗൺസ് ചെയ്യും മീഖാത്ത് എത്തിയിട്ടുണ്ട്. പക്ഷെ പലപ്പോഴും ചില ആളുകൾ ആ സമയത്ത് ഒന്ന് മയങ്ങിപ്പോയാൽ മീഖാത്ത് കടന്നു പോകും. അപ്പോൾ അതുകൊണ്ട് അത് അപകടകരമാണ്. അതുകൊണ്ട് എന്ത് ചെയ്യണം, നമ്മൾ നേരത്തെ തന്നെ ബോധത്തോടു കൂടിയുള്ള സമയത്ത് തന്നെ നവൈത്തുൽ ഉംറത വ അഹ്റംതു ബിഹാ ലില്ലാഹി തആല, അല്ലാഹു തആലയ്ക്ക് വേണ്ടി ഉംറയെ ഞാൻ കരുതി, അതുകൊണ്ട് ഞാൻ ഇഹ്റാം ചെയ്തു എന്ന് മനസ്സിൽ കരുതിക്കൊണ്ട് പറയുക. എന്നിട്ട് ലബ്ബൈക അല്ലാഹുമ്മ ലബ്ബൈക ലബ്ബൈക അല്ലാഹുമ്മ ലബ്ബൈക ലബ്ബൈക ലാ ശരീക ലക ലബ്ബൈക ഇന്നൽ ഹംദ വന്നിഅമത ലക വൽ മുൽക ലാ ശരീക ലക എന്ന തൽബിയത്ത് 3 തവണ ആവർത്തിച്ചതിൻ്റെ ശേഷം اللهم صل على سيدنا محمد وعلى آل سيدنا محمد كما صليت على إبراهيم وعلى آل إبراهيم وبارك على سيدنا محمد وعلى آل محمد كما باركت على إبراهيم وعلى آل إبراهيم في العالمين إنك حميد مجيد എന്ന സ്വലാത്തും ശേഷം അള്ളാഹുവിനോട് സ്വർഗം ചോദിക്കുക